തെലങ്കാനയിലെ 17-ൽ 14 സീറ്റും കോൺഗ്രസിന്. ചങ്കൂറ്റത്തോടെ രേവന്ത് റെഡ്ഡി ഇത് പറഞ്ഞപ്പോൾ ആരും മുഖം ചുളിച്ചില്ല. കാരണം അവർക്കറിയാം രേവന്തിനെ കൊണ്ടത് പറ്റുമെന്ന്. ആ സംസ്ഥാനം പിറവി കൊണ്ട അന്ന് തൊട്ട് നീണ്ട 10 വർഷം ഭരിച്ച BRSന്റെ കൈകളിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത ചുണക്കുട്ടനാണ് രേവന്ത് റെഡ്ഡി. BJPയിൽ നിന്ന് ബാലപാഠങ്ങൾ പഠിച്ച രേവന്ത് കോൺഗ്രസിന്റെ അമരത്തെത്തുമ്പോൾ BJPയുടെ കള്ളത്തരങ്ങൾ ഏതൊക്കെ വഴിയെ എങ്ങനെയൊക്കെ എന്ന് നന്നായിട്ട് അറിയാം അതിനെ നേരിടാനും. അതുകൊണ്ട് തന്നെ പറഞ്ഞത് നേടുമെന്ന വിശ്വാസവും അവർക്ക് നല്ലതുപോലെയുണ്ട്. അതുമാത്രവുമല്ല, കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ രേവന്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കേണ്ട, അതിന് യാതൊരു വാറണ്ടിയുമില്ല എന്ന്. എല്ലാ മരുന്നുകൾക്കും കാലാവധിയുണ്ട്, പക്ഷെ മോദി ഗ്യാരണ്ടിക്ക് മാത്രമില്ല. സത്യം പറഞ്ഞാൽ മോദി ഗ്യാരണ്ടി ലോട്ടറി പോലെ നാളെ നീളയാണ്. അത് തന്നെയാണ് വാറണ്ടിയില്ല, വെറുതെ പറയുന്നത് എന്ന് തെലങ്കാന മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഇവിടെ 2-3 കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ രേവന്ത് റെഡ്ഡി എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനോ ക്ഷേമത്തിനോ വേണ്ടി മോദി ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ്. കേരളത്തിൽ പ്രളയം വന്നുപോയി, ഇപ്പോൾ കർണാടകയിൽ വരൾച്ചയും വന്നു. അവിടെയൊന്നും തന്നെ മോദിയെ കണ്ടില്ല എന്ന് മാത്രമല്ല, അവരൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നൽകിയ അരിയോ അതും കടത്തിൽപ്പെടുത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മോദിയെയും നേതാക്കളെയും കാണാം. അങ്ങനെ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ വികസനത്തിനായി കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ല എന്ന് രേവന്ത് റെഡ്ഡി പറയുന്നതിൽ കാര്യമുണ്ട്. ഇവിടെ കോൺഗ്രസ് ഹിന്ദി ഹൃദയഭൂമി തൂത്തുവാരി എന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് പോലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് അവഗണന കാണിച്ചിട്ടില്ല. പകരം അവിടെയുള്ളവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി വേണമെങ്കിൽ നിങ്ങൾ BJPയെ പിന്തുണക്കൂ എന്ന പരസ്യ ഓഫറുകൾ പോലെയാണ് BJP ജനാധിപത്യത്തെ ജനങ്ങളോട് പെരുമാറുന്നത്. തെരഞ്ഞെടുപ്പിൽ മാത്രമേ പാർട്ടിയുള്ളൂ, വിഭാഗീയതയുള്ളൂ, വിഭജനങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് അധികാരത്തിലേറിയാൽ പിന്നെ പ്രധാനമന്ത്രി എന്നത് BJPക്കാരൻ്റെത് മാത്രമല്ല, 144 കോടി ജനങ്ങളുടേതാണ്. അവിടെ വടക്കെന്നോ തെക്കെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ഒന്നുമില്ല. എല്ലാവരെയും ഒരുപോലെ കാണണം. പ്രധാനമന്ത്രിക്ക് എല്ലാവർക്കും ഒരുപോലെ നീതിയും ക്ഷേമവും ഉറപ്പുവരുത്തണം. എന്നാൽ അങ്ങനെ ഒന്ന് ഇന്നിവിടെയില്ല.